ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അലീന വീട്ടിലുള്ളവർക്കും ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രനും മുറിലോട്ട് ചെന്നിട്ട് ഒരു ഡ്രസ്സ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്തോറും അച്ഛാ, ഇത് ഞാൻ അച്ഛന് വേണ്ടി മേടിച്ചതാണെന്ന് പറയും. അച്ഛൻ ഇപ്പം മനസ്സിൽ ആലോചിക്കുന്നതായിരിക്കും, ഇത്രയും വലിയ സ്വർണ്ണക്കടയും ടെക്സ്റ്റൈൽസും ഒക്കെ ഉള്ള എനിക്കിനിപ്പോൾ ഡ്രസ്സും കൊണ്ട് വന്നതാണെന്നായിരിക്കും അച്ഛനിപ്പോൾ ആലോചിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട് അച്ഛാ, അച്ഛന് മോളാവാൻ ആഗ്രഹിച്ച് ഞാൻ അച്ഛന് വേണ്ടി തരുന്ന വലിയ വിലപിടിപ്പൊന്നും ഇല്ലാത്തൊരു സമ്മാനമാണെന്ന് പറഞ്ഞത് കൊടുക്കുന്നത്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, എനിക്കറിയാം മോളെ, നിൻ്റെ മനസ്സിൽ എൻ്റെ സ്ഥാനം എന്താണെന്നുള്ളത് എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങ് നല്ല വിഷമമുണ്ട്. നീ എവിടെ പോയാലും നീ നന്നായിരിക്കും, എൻ്റെ എല്ലാ സംരക്ഷണവും നിന്നിലുണ്ടാവും എന്നൊക്കെ ബാലചന്ദ്രൻ അലീനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ശരണ്യ അലീനെ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കും, മോളെ നീ വീട്ടിലുണ്ടോ? ആ ഉണ്ട് ചേച്ചി, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയാം. പെട്ടെന്ന് വായോ എന്ന് ശരണ്യ അലീൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രൻ്റെ അടുത്ത് അനുവാദം ചോദിക്കാനായിട്ട് റൂമിലോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കും, അല്ല ഇതെന്താ വെറുതെ റൂമിലോട്ട് വന്നത്? സാധാരണ നീ വരുന്നത് ഒന്നി എനിക്ക് കുടിക്കാനുള്ള കോഫിയോ ജ്യൂസോ എന്തെങ്കിലും കൊണ്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഉപദേശിക്കാനായിരിക്കും. ഇതിപ്പോൾ എന്തിനാണ് വന്നത്? ഞാനിപ്പോൾ വന്നത് അച്ഛൻ്റെ അടുത്തൊരു അനുവാദം ചോദിക്കാൻ വേണ്ടി. എന്താ അനുവാദം? അത് എനിക്കത് ശരണ്യെ കാണാൻ പോകണോ അച്ഛാന്ന് പറയും. ശരണ്യോ? ആ അതെ, ഇനി എനിക്ക് എന്ന് അവളെ കാണാൻ പറ്റുമെന്നറിയില്ല, അതുകൊണ്ട് ഞാൻ അവിടെ പോയി അവളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് അച്ഛൻ്റെ അനുവാദം ചോദിക്കാൻ വന്നതാന്ന് പറയും. അതിപ്പോൾ ഞാൻ അനുവാദം തന്നില്ലെങ്കിലും നീ എന്തെങ്കിലും കാരണം പറഞ്ഞ് അനുവാദം മേടിക്കുമല്ലോ എന്ന് പറയും. അതിപ്പോൾ ന്യായമുള്ളൊരു കാര്യമില്ലേ അച്ഛൻ ഞാൻ ചോദിക്കുന്നതെന്ന് പറയും. ശരി, നിൻ്റെ ആഗ്രഹം പോലെ ആവട്ടെ, ഞാൻ കൊണ്ടുവരണോ? വേണ്ട അച്ഛാ, ബസ്സില്ലയോ, ഞാൻ ബസ്സിൽ പോയിക്കൊള്ളാം എന്ന് പറയും. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ. അതിനുശേഷം പറയും, അച്ഛനും എന്തെങ്കിലും കോഫി എന്തെങ്കിലും വേണോ കുടിക്കാൻ? ഒന്നും വേണ്ട, നീ പോയിട്ട് വരാൻ പറയും. അതിനുശേഷം ബാലചന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ച് ടെക്സ്റ്റൈൽസിലെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാവിലെ എല്ലാവർക്കുള്ള ബബിതയ്ക്കും കൃഷ്ണയ്ക്കും ഒക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ബബിത കഴിക്കാതെ കോളേജിൽ പോകുമ്പോൾ അലീന പറയും, കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണമോൾ വന്നിട്ട് ചോദിക്കും, ആഹാ സമയമില്ല, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ ആൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുവാണോ? ഞാൻ ഇറങ്ങിയതാണ്, പക്ഷേ അലീന ചേച്ചി നിർബന്ധിച്ച് കഴിപ്പിക്കുകയെന്ന് പറയും. ആണോ? എങ്കിൽ പിന്നെ എനിക്ക് കൂടി ഒന്ന് വരുത്തരാവോ, എനിക്കിനി അതിനുവേണ്ടി മെനക്കെട്ടുണ്ടല്ലോ എന്ന് പറയും. ശരി, രാജാവ് ഒന്ന് ഇരിക്കാൻ പറയും. അങ്ങനെ ഫുഡ് എടുത്ത് കൃഷ്ണയ്ക്ക് ബബിത വാരി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് വലിയ സന്തോഷമാവും. ആ ശരി, എങ്കിൽ രണ്ടുപേരും പെട്ടെന്ന് റെഡി പോകാൻ നോക്കാൻ പറയും. അങ്ങനെ അവരങ്ങ് പോവുകയാണ്. ആ സമയത്ത് രോഹിത്ത് റൂമിൽ നിന്ന് വരും. അല്ല നീ എഴുന്നങ്ങ് താമസിച്ചോ രോഹിന്ന് അലീന ചോദിക്കും. ആ താമസിച്ചോ ചോദിച്ചു. അതെങ്ങനെ? അലാറം വെച്ച് കിടന്നിട്ട് സമയമാകുമ്പോൾ അലാറം ഓഫ് ചെയ്യുന്ന ജോലി രോഹിയേട്ടൻ്റെ എന്ന് പറയും. ആ ശരി ശരി പൊടി എന്ന് പറഞ്ഞ് കളിയാക്കും. അതിനുശേഷം രോഹിയുടെ ചോദിക്കും, നീ കോളേജിൽ പോകുന്നില്ല? ആ പോകണം ചേച്ചി. ചേച്ചി എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ആ എനിക്ക് ഇന്ന് ശരണി ഒന്ന് കാണാൻ പോകണമെന്ന് പറയും. ശരണിയോ? ആ അതെ, നീ വരുന്നുണ്ടോ എൻ്റെ കൂടെ? അതിനെന്താ, ഞാൻ വരാം. അല്ല നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അയ്യോ ചേച്ചി, ഒരു കാര്യം മറന്നു, ഇന്ന് ഫസ്റ്റ് ഡേ ഇല്ലേ, ഇന്ന് കോളേജിൽ പോകണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വരാം, നമുക്ക് ഉച്ചയ്ക്ക് പോകാമെന്ന് പറയും. അയ്യോ അത് പറ്റില്ല രോഹി, ഉച്ചയ്ക്ക് തന്നെ അവിടെ തിരിക്കണം, എങ്കിലേ ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ. എന്തായാലും ഞാൻ പോയിട്ട് വരാം. സാരമില്ല, നീ കോളേജിൽ പോയിക്കോ, ഞാൻ പോയിട്ട് വരാമെന്ന് പറയും. എങ്കിൽ ശരി ചേച്ചി, എങ്കിൽ ഞാൻ ചേച്ചിയെ ബസ് സ്റ്റോപ്പിലാക്കാമെന്ന് പറയും. എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയും. അതിനുശേഷം അലീന വരുന്ന കാര്യം വീട്ടിൽ ശരണ്യ അമ്മയുടെ അടുത്തൊക്കെ വിളിച്ച് പറയുകയാണ്. അമ്മേ, അലീന ചേച്ചി ഇങ്ങോട്ട് വരുന്നതെന്ന് പറയും. ആണോ? ഇപ്പോൾ എന്തോ അമ്മക്ക് കൊടുക്കുന്നത്, നമ്മളവിടെ ചെന്നിട്ട് നല്ലോണം ഫുഡൊക്കെ കഴിച്ചില്ലേ? അലീന ചേച്ചിക്ക് അങ്ങനെയൊന്നുമില്ല, എന്ത് കൊടുത്താലും കഴിച്ചോളൂ, എങ്കിൽ ഞാൻ പെട്ടെന്ന് ഊണ് റെഡിയാക്കാമെന്ന് പറയും. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കാനായിട്ട് അമ്മ അങ്ങ് പോവുകയാണ്. ആ സമയത്താണ് അലീന അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ടെക്സ്റ്റൈൽസിൽ നിന്ന് ശരണ്യെ കൊള്ള ഡ്രസ്സ് പോലെ എടുത്തുകൊണ്ടാണ് വരുന്നത്. ആ സമയത്ത് അലീന അങ്ങോട്ട് വന്നിട്ട് എല്ലാവരുടെ അടുത്തും അങ്ങോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് നമ്മുടെ ഓമനക്കുട്ടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഓമനക്കുട്ടൻ അലീനെ കാണുമ്പോൾ, ആഹാ അലീന ചേച്ചിയോ, ഇതെന്താ ഇങ്ങോട്ട് വന്നതാണോ? അല്ല, ഞാൻ ഷാജി ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് പറയും. ഓ ആന്ന്, എങ്കിൽ ഞാൻ കളിക്കാൻ പോവാം. അയ്യോ എൻ്റെ ഓമനക്കുട്ടൻ, ഞാൻ ഇപ്പോൾ വന്നത് ഇങ്ങോട്ട് തന്നെ വന്നതാന്ന് പറയും. ശരണ്യെ കാണാൻ വന്നതാന്ന് പറയും. അങ്ങനെ ഓമനക്കുട്ടൻ നമ്മുടെ അലീനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ്. ആ സമയത്ത് ശരണ്യ അകത്തുനിന്ന് അലീനയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി വരുന്നോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അമ്മ എല്ലാവരും കൂടി വന്നിട്ട് അലീനെ സ്വീകരിച്ച് അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം അലീന അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അലീന എല്ലാവരുടെയും കൂടെ ഇരുന്ന് മൊബൈലിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് എറണാകുളത്ത് ചിന്നിക്കുട്ടിയെ പോയി കണ്ടതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതാണ് ചിന്നുമോള്, ഇത് രേവതിക്കുട്ടി, അങ്ങനെ കൃഷ്ണ, ബബിത, അങ്ങനെ എല്ലാവരെയൊക്കെ കാണിക്കുന്നുണ്ട്. കൃഷ്ണയും ബബിതയൊക്കെ
ശരണ്യക്ക് നല്ല പരിചയമുണ്ട്. പക്ഷേ എങ്കിൽ ചിന്നുമോളെ രേവതി കുട്ടിയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഫോണിനകത്ത് അവിടെ പോയ കൊല്ലത്ത് ത്യാഗഭവനിൽ പോയ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും അതൊക്കെ ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞിട്ട് ശരണ്യയുടെ അമ്മ വന്നിട്ട് എല്ലാവരെയും കൂടി ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറയും, ആഹാ നല്ല ടേസ്റ്റുള്ള ഫുഡാണല്ലോ അമ്മ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ എടുത്തു കൊടുക്കും. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ നാളെ അവിടുന്ന് പോവും, എനിക്ക് അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ അടുത്തും യാത്ര പറയാൻ വന്നതാണെന്ന് പറയും. അത് കേൾക്കുന്ന എല്ലാവർക്കും വിഷമമാവും. ചേച്ചി എവിടെ പോകുന്നതാണ് പറഞ്ഞത്? അത് എനിക്ക് മറ്റൊരിടത്ത് ജോലി അച്ഛൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയും. അച്ഛനോ എന്ന് ഓമനക്കുട്ടൻ ചോദിക്കും. അത് അപ്പോൾ അലീനയുടെ അമ്മ പറയും, അത് ബാലചന്ദ്രൻ സാറിനെ അലീന മോൾ അച്ഛനാണ് വിളിക്കുന്നതെന്ന് പറയും. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് സംശയമായി, ആണോ അച്ഛൻ എന്നെ മോളെ പോലെ കാണുന്നത്, ഞാനും അതുപോലെയാണ് അച്ഛനോട് പെരുമാറുന്നതെന്ന് പറയും. അങ്ങനെ അവർക്കങ്ങ് സന്തോഷവും. അങ്ങനെ അച്ഛൻ മകൾ എന്നൊരു അടുപ്പം കാണുമ്പം. പക്ഷേ അലീന പോകുന്ന കാര്യം കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടവും. എവിടേക്കാണ് പോകുന്നത് ഓമനക്കുട്ടൻ ചോദിക്കാൻ പറയും. കുളത്തുപുഴയിലൊരു വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരെയും വന്നൊന്ന് കാണാം. പിന്നെ ഞാൻ മെയിനായിട്ട് വന്നത് ശരണ്യയുടെ തുടർ പഠനത്തിൻ്റെ കാര്യം പറയാനാണ്. ഞാൻ എല്ലാ കാര്യവും അച്ഛനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ശരണ്യയ്ക്ക് എന്ത് പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിലും അത് തുറന്ന് അച്ഛനോട് പറയണം. എല്ലാ കാര്യവും ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പഠിപ്പ് നിർത്തരുത്. ഈ ഇയർ കഴിഞ്ഞതിന് ശേഷം തുടർന്ന് മെഡിസിന് പോകാനാണ് ശരണ്യയ്ക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് അവൾ എപ്പോഴും പറയും. അത് തന്നെ നടക്കണം. അതുകൊണ്ട് പഠനത്തിന് വേണ്ടിയുള്ള ഒരു കാര്യത്തിനും അച്ഛനും അമ്മയും ബുദ്ധിമുട്ടേണ്ട എല്ലാ കാര്യവും ഞാൻ അച്ഛനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് മാത്രമാണ് അച്ഛൻ നിങ്ങളെ സഹായിക്കുന്നത്. അതിനുശേഷം മോളുടെ എല്ലാ വിദ്യാഭ്യാസ ചിലവും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരണ്യയ്ക്ക് ഭയങ്കര കരച്ചിൽ വരും. ശരണ്യ പറയും, ചേച്ചി പോവണ്ടെന്നൊക്കെ പറഞ്ഞ് കൈപ്പിടിച്ച് കരയാണ്. ആ സമയത്ത് അലീന പറയും, പോകണം മോളെ, ഞാൻ പോകണം, എല്ലായിടത്തും ഒരുപാട് നാൾ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ, എന്തായാലും മറ്റൊരു സ്ഥലത്ത് കുറച്ച് നാൾ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ശരണ്യെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നേരെ പോകുന്നത് കൊല്ലപ്പള്ളി വീട്ടിലേക്കാണ്. കൊല്ലപ്പള്ളി വീട്ടിൽ പോയി വൈജയന്തി മേഡത്തിനെ കാണാനാണ് പോകുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് മുത്തശ്ശിയെ നമ്മുടെ മനുഷ്യങ്കനെ എല്ലാം കാണും. അതിനുശേഷം കമലയ്ക്ക് ചെറിയ നീരസമുണ്ട് അലീന അങ്ങോട്ട് വന്നതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ കമലയ്ക്ക് വേറൊരു സന്തോഷമുണ്ട്. കാരണം അലീന അവിടുന്ന് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ വൈജയന്തി അവിടെ നിന്ന് പോകുമല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് കമല. അങ്ങനെ റൂമിലോട്ട് ചെന്ന് വൈജയന്തി അടുത്ത് പറയും, ഞാൻ വീട്ടിൽ നിന്ന് പോവുകയാണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് മേഡത്തിനോട് അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേഡം അവരോട് ക്ഷമിക്കണം എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് വൈജയന്തി തിരിഞ്ഞ് നിന്നിട്ട് അലീനെ കുറേ ശപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശപിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യുന്നുണ്ട്. നീ ബാലചന്ദ്രൻ്റെ മോളാന്ന് പറഞ്ഞ് കുറച്ച് നാൾ അവിടെ കിടന്ന് വിലസില്ലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. പിന്നെ ബാലചന്ദ്രനെ അലീനയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് അലീന പറയും, മേഡം ഒന്നും മറന്നു പോകരുത് പഴയതൊന്നും. മേഡം 22 വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യമൊന്ന് ആലോചിച്ച് നോക്കേ. മേഡം 22 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ ഒരു ജീവിതം ജീവിച്ച് തീർത്തായിരുന്നു. അതിൽ മേഡത്തിനൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിനെയാണ് മേഡം ഇപ്പം ആക്ഷേപിക്കുന്നത് എന്ന് പറയും. അപ്പോഴത്തേക്ക് വൈജയന്തിക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ വൈജയന്തി ഇങ്ങനെ അലീനയുടെ മുമ്പിൽ ഷോക്കടിച്ചോടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.